അമേരിക്കയിൽ അദാനി ഗ്രൂപ്പിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് വാർത്താക്കുറിപ്പ്. കുറ്റപത്രത്തിൽ ഉന്നയിച്ചത് ആരോപണങ്ങൾ മാത്രം. നിരപരാധിത്വം തെളിയിക്കാൻ എല്ലാ നിയമ വഴികളും തേടുമെന്നും അദാനി ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അമേരിക്കയിൽ സൗരോർജ്ജ കരാറുകൾ ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നാണ് അദാനി ഗ്രൂപ്പിനെതിരെ ഉയർന്ന ആരോപണം. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വിശദാംശങ്ങൾ. അദാനി ഗ്രീൻ ഡയറക്ടർമാർക്കെതിരെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്, അതേപോലെ തന്നെ US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്നീ സ്ഥാപനങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് തന്നെ പ്രസ്താവിച്ചതുപോലെ കുറ്റപത്രത്തിലെ ആരോപണങ്ങൾ മാത്രമാണ്. കുറ്റം തെളിയിക്കുന്നതുവരെ പ്രതികൾ നിരപരാധികളായി കണക്കാക്കപ്പെടണമെന്നുമാണ് പ്രധാനമായും അദാനി ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, സാധ്യമായ എല്ലാ നിയമ വഴികളും തേടുമെന്നും ഈ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. അതേസമയം അദാനി ഗ്രീൻ, അതേപോലെ തന്നെ അസൂർ പവർ തുടങ്ങിയ കമ്പനികൾ ഭാരത സർക്കാരിന്റെ സൗരോർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറുകൾ ലഭിക്കുന്നതിനായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കൂടാതെ അദാനി ഗ്രീൻ അമേരിക്കയിലെ നിക്ഷേപകരിൽ നിന്നും ഏതാണ്ട് $175 മില്യൺ സമാഹരിച്ചുവെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. വിദേശ വ്യാപാര ഇടപാടുകളിലെ കൈക്കൂലിക്കെതിരായ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ടിന്റെ കീഴിലാണ് ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അദാനി, അദ്ദേഹത്തിന്റെ അനന്തരവൻ സാഗർ അദാനി, അതേപോലെ തന്നെ അദാനി ഗ്രീൻ എനർജിയുടെ എക്സിക്യൂട്ടീവുകൾ, അതേപോലെ തന്നെ അസൂർ പവർ ഗ്ലോബൽ ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവായ സിറിൽ കമ്പനീസ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ തട്ടിപ്പിനും ഗൂഢാലോചനയ്ക്കുമെതിരെ അമേരിക്കയിൽ നിയമ നടപടികൾ തുടരുന്നത്. നന്ദൻ, ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നതെല്ലാം, കുറ്റപത്രത്തിലുള്ളതെല്ലാം ആരോപണങ്ങൾ മാത്രമാണെന്നും നിയമ വഴികൾ തേടുമെന്നുമാണ് അദാനി ഗ്രൂപ്പിന്റെ വിശദീകരണം. അതെ, ആരോപണങ്ങളായി തന്നെ കണക്കാക്കണമെന്നാണ് പ്രധാനമായും ഈ ഒരു വാർത്താക്കുറിപ്പിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ അത്തരം ആരോപണങ്ങൾ മാത്രമാണ് ഉയർന്നിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ കേസ് തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അതിനാൽ തന്നെ ഇത് ആരോപണങ്ങൾ മാത്രമാണ്. അത്തരം ആരോപണങ്ങൾ മാത്രമായി നോക്കിക്കാണണമെന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ കുറ്റം തെളിയിക്കുന്നതുവരെ പ്രതികൾ എന്ന് കരുതപ്പെടുന്നവർ അവരെ നിരപരാധികളായി തന്നെ കരുതണമെന്നുമാണ് പ്രധാനമായും ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വലിയ രീതിയിൽ ഇടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ നഷ്ടം അദാനി ഗ്രൂപ്പിനുണ്ടായതായിട്ടാണ് വിലയിരുത്തലുകൾ ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ നിലവിൽ അദാനി ഗ്രൂപ്പ് ഇറക്കിയ പ്രസ്താവനയിൽ ഇത്തരം ആരോപണങ്ങൾ പൂർണ്ണമായും അവർ തള്ളുകയാണ്. അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കേവലം ആരോപണങ്ങൾ മാത്രമാണ്. മാത്രമല്ല, ഇതിലെ പ്രതികൾ പ്രതികളായി കരുതപ്പെടുന്നവരെ നിലവിൽ ഇത് തെളിയിക്കുന്നതുവരെ അല്ലെങ്കിൽ കുറ്റം തെളിയുന്നതുവരെ അവരെ നിരപരാധികളായി കണക്കാക്കണമെന്നുമാണ് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി നന്ദൻ, അമേരിക്കയിൽ അദാനി ഗ്രൂപ്പിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന വാർത്താക്കുറിപ്പ്. കുറ്റപത്രത്തിൽ ഉന്നയിച്ചത് ആരോപണങ്ങൾ മാത്രം. നിരപരാധിത്വം തെളിയിക്കാൻ എല്ലാ നിയമ വഴികളും തേടുമെന്നും അദാനി ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.